ന്യൂസ് കൊച്ചി. കുടയെടുക്കുക. ഈ ഉച്ചനേരത്ത് ഇപ്പോൾ മഴ പെയ്യുന്നില്ലെങ്കിൽ പോലും കുട കയ്യിൽ കരുതി വെക്കുക. ബൈക്ക് ഓടിക്കുന്നവർ മഴക്കോട്ട് കരുതി വെക്കുക. ഒപ്പം തന്നെ വലിയ മഴ രാത്രി പെയ്യാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ വൈകിട്ട് തന്നെ അതിശക്തമായിട്ടുള്ള മഴ സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിൽ പെയ്യും. അത് വെറും മഴയല്ല, അതിതീവ്ര മഴ മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത്. 3 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുന്നു. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് ചുവപ്പ് മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, തൃശൂർ ഈ ജില്ലകളിലൊക്കെ ഓറഞ്ച് മുന്നറിയിപ്പാണ്. വിഷ്ണു കരുണാകരൻ ചേരുന്നു. അത്രത്തോളം ശക്തമായിട്ടുള്ള മഴ പെയ്യും എന്ന് തന്നെയാണോ ഈ മുന്നറിയിപ്പിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? വിഷ്ണു കരുണാകരൻ. മനീഷ്, തീർച്ചയായും ശക്തമായ മഴ മുന്നറിയിപ്പ് തന്നെയാണ്. ഇപ്പോൾ തലസ്ഥാനത്തടക്കം രാവിലെ മഴ മുന്നറിയിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് ഉച്ചയോടെ തന്നെ മഴ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കാണുന്നത്. മിതമായ നിരക്കിൽ ഇപ്പോൾ മഴയുണ്ട്. അതുമാത്രമല്ല, ഇനി വരുന്ന മണിക്കൂറുകളിൽ കൂടുതൽ മഴ പെയ്യാനുള്ള സാധ്യത കണക്കാക്കുന്നുണ്ട്. ഇന്ന് സംസ്ഥാനത്ത് 2 ജില്ലകളിൽ ഒഴികെ ബാക്കി എല്ലായിടത്തും വ്യാപകമായി മഴ മുന്നറിയിപ്പുണ്ട്. അതായത് കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും മഴയുണ്ട്. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ജില്ലകൾക്കാണ് റെഡ് അലർട്ട് ഉള്ളത്. അതിശക്തമായ അതിതീവ്രമായ മഴ മുന്നറിയിപ്പാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മലയോര മേഖലാ പ്രദേശങ്ങളിലൊക്കെ വലിയ മണ്ണിടിച്ചിൽ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം നിലനിൽപ്പുണ്ട്. തീരദേശ മേഖലകളിലുള്ളവർക്കും ജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഉയർന്ന തിരമാല സാധ്യതകൾ പ്രവചിക്കുന്നുണ്ട്. ഏതായാലും കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശനിയാഴ്ച വഴി അത് തുടരണമെന്നുള്ള മുന്നറിയിപ്പുണ്ട്. അതേസമയമാണ് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, തൃശൂർ എന്നിങ്ങനെ 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുണ്ട്. അതിശക്തമായ മഴയാണ് ഈ പ്രദേശത്തൊക്കെയും ഉണ്ടാവാനുള്ള സാധ്യത. രാവിലെ മുതൽ തന്നെ വലിയ മഴക്കോളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് കാര്യമായ മഴ ലഭിച്ചു തുടങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. നിലവിൽ ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശമാണുള്ളത്. പിന്നീട് പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നിങ്ങനെ 4 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് ആകെ 12 ജില്ലകളിൽ അതിശക്തമായ മഴയുണ്ട്. പലയിടത്തും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയുള്ള മഴയ്ക്കും ജാഗ്രത പാലിക്കണം. ആ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പുണ്ട്. അതേസമയം നാളത്തെ കാര്യം പറയുകയാണെങ്കിൽ നാളെയും വലിയ കാര്യത്തിൽ തന്നെ 6 ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. അതിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഈ 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നാളെയും ഉണ്ടാകും. അതിനുശേഷം ആലപ്പുഴ, കോട്ടയം, ഇടുക്കി എന്നിങ്ങനെ 3 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് നാളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏതായാലും അതിന് മാറി പറയാനുള്ള സാധ്യതയുണ്ട്. ഉച്ച കഴിഞ്ഞ് മഴ പലയിടത്തും ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിശക്തമായ മഴ സാധ്യതയുള്ളിടത്ത് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഗണേഷ്. വിഷ്ണു കരുണാകരനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. അതിതീവ്രമായ മഴ പെയ്യാൻ പോകുന്നു സംസ്ഥാനത്ത്. ഈ അതിതീവ്ര മഴ പെയ്യാൻ പോകുന്നതിന്റെ മുന്നറിയിപ്പ് ഇപ്പോഴാണ് പ്രധാനമായും വന്നിരിക്കുന്നത്. അത് അറിയാതെ തന്നെ കടലിൽ പോയിട്ടുള്ളവർ ഒക്കെ ഉണ്ടെങ്കിൽ, മത്സ്യബന്ധനത്തിന് പോയിട്ടുള്ളവരുണ്ടെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് തിരിച്ച് വരേണ്ടതുണ്ട്. കാരണം ഇത് സാധാരണ മഴയല്ല, അതിതീവ്ര മഴ പെയ്യുമെന്നാണ് മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ന് വൈകിട്ട് ഏതെങ്കിലും തരത്തിലുള്ള കാർ യാത്രയൊക്കെ രാത്രിയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് തൽക്കാലം മാറ്റിവെക്കുന്നതായിരിക്കും ഉചിതം. രാത്രിയിലെ മഴ അത് വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാക്കും എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെ വലിയ രീതിയിലുള്ള അപകട വാർത്തകൾ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും രാത്രിയിൽ അതിശക്തമായിട്ടുള്ള മഴ പെയ്യുമ്പോൾ ഗ്ലാസുകൾക്ക് മുകളിലൂടെ വെള്ളം വീഴുമ്പോൾ പഴക്കമുള്ള വാഹനങ്ങളാണെങ്കിൽ പുതിയ വാഹനങ്ങളെക്കാൾ മങ്ങിയ നിലയിലായിരിക്കും അതിൻ്റെ ഗ്ലാസ് പ്രവർത്തിക്കുക. വൈപ്പർ ഉണ്ടെങ്കിൽ പോലും കാഴ്ച അവ്യക്തമായിരിക്കും എന്ന് മാത്രമല്ല, ടയറുകൾക്കിടയിലൂടെ വെള്ളം രൂപപ്പെട്ട് അത് റോഡും ടയറും തമ്മിലുള്ള ഒരു ഇടയ്ക്കുള്ളൊരു സ്ഥലം ഉണ്ടാക്കുകയും പെട്ടെന്ന് തന്നെ വഴുക്കി തെന്നിമാറാനൊക്കെ അപകട സാധ്യതകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം രാത്രി യാത്ര പരമാവധി ഒഴിവാക്കാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നതായിരിക്കും ഉചിതം. കുട എടുത്തു വെക്കുക. ഒപ്പം തന്നെ പല പ്രദേശങ്ങളിലും അതിതീവ്ര മഴ പെയ്യുമ്പോൾ കരണ്ട് പോകുന്ന സാഹചര്യവും ചരിത്രവും നമ്മൾക്കുണ്ട് എന്നതുകൊണ്ട് തന്നെ ടാങ്കുകളിലൊക്കെ വെള്ളം നിറച്ചു വെക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒപ്പം തന്നെ ഏതെങ്കിലും രീതിയിൽ വൈദ്യുതോപകരണങ്ങൾ ഉപയോഗിച്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ, അടുക്കളയിൽ മിക്സി ഉപയോഗിച്ചിട്ട് വൈകിട്ടത്തേക്കുള്ള ഭക്ഷണത്തിന്റെ പാചകം ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്തു വെക്കുക. വൈദ്യുതി ബന്ധവും തകരാറിലാവുന്ന രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ പോയി എന്നും വന്നേക്കാം. ഈ കാലാവസ്ഥാ മുന്നറിയിപ്പ് നമ്മൾ വലിയ രീതിയിലുള്ള അതിതീവ്ര മഴ എന്ന് പറയുമ്പോൾ ജലവൈദ്യുത പദ്ധതിയെക്കുറിച്ചുള്ള ഒരു വാർത്തയാണ് നമ്മുടെ തൊട്ട് മുമ്പിൽ ഇനി വരുന്നത്. അത് മണിയാർ ജലവൈദ്യുത പദ്ധതിയാണ്. ഈ പദ്ധതിയിൽ